ഹലോ, CK ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്ന ഒരു കുടുംബത്തിൻ്റെ കഥയാണ്. അവരെന്നോട് ചോദിച്ചു, എൻ്റെ മകൾക്ക് എന്തൊക്കെയോ പ്രശ്നമുണ്ട് സാർ, എന്താണ് ഇതിന് പരിഹാരം? അപ്പം ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നം? പറഞ്ഞു, അവൾക്ക് ചില തോന്നലുകളൊക്കെ ഉണ്ട്. എന്താ തോന്നല്? പറഞ്ഞു, അവൾക്ക് പ്രേമമാണ് എന്ന് പറയുകയും ആ പെൺകുട്ടിയുടെ മുഖത്തേക്ക് ദേഷ്യപ്പെട്ട് ഒരു നോട്ടം അച്ഛനും അമ്മയും. പെൺകുട്ടി ഭയരഹിതയായി, താനെന്തോ ഒരു ഘോര അപരാധം ചെയ്തതുപോലെ. ഞാൻ ആ കുട്ടിയോട് ചോദിച്ചു, എന്താ പേര്? ദേവൂട്ടി. ദേവൂട്ടി, എന്താ പ്രശ്നം? ഒന്നും മിണ്ടിയില്ല. പതുക്കെ വീണ്ടും ഞാൻ ചോദിച്ചപ്പോൾ, ശരിയാണ് സാർ, എനിക്കും എന്തൊക്കെയോ തോന്നലുകളുണ്ട്. ഞാൻ ചോദിച്ചു, എന്താ തോന്നൽ? അപ്പം അമ്മ വീണ്ടും ക്രൂരയായി മകളെ നോക്കിയിട്ട്, അവർക്ക് പ്രേമമാണ്. അപ്പം അച്ഛൻ അത് കുറച്ചുകൂടി ഉറപ്പിച്ച് കർക്കശ്യത്തോടെ അതിനെപ്പറ്റി വീട്ടിൽ നടന്ന ചില വഴക്കുകളും വക്കാണങ്ങളുമൊക്കെ പതുക്കെ പറഞ്ഞു തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, മകൾക്ക് ഇപ്പോൾ എത്ര വയസ്സുണ്ട്? അപ്പോൾ അവർ പറഞ്ഞു, 17.5 വയസ്സ്. എന്തു ചെയ്യുന്നു? എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നു. ഇതേ കൊണ്ട് ചേർത്തതേ ഉള്ളൂ, 1ാം സെമസ്റ്റർ പോലും പൂർത്തിയായില്ല. അതിനിടയ്ക്ക് അവർക്ക് പ്രേമം. അമ്മ കുറച്ചുകൂടി ഉച്ചത്തിൽ ആക്രോശിച്ചു. എല്ലാം കേട്ട് പെൺകുട്ടി ഭയചകിതയായിരുന്നു. പതുക്കെ ഞാൻ അവരിൽ നിന്ന് ചില കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. എന്നിട്ട് ഞാൻ അവരോട് വളരെ രസകരമായി ഇങ്ങനെ പറഞ്ഞു, എന്താണ് പ്രേമം? പ്രേമത്തെക്കുറിച്ച് നമുക്കെന്തറിയാം? പ്രേമത്തിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ഇങ്ങനെ ഞങ്ങൾ പതുക്കെ ചർച്ച തുടങ്ങി. ആ ചർച്ചയിലെ ഏറ്റവും രസകരമായ കാര്യം പ്രേമത്തെക്കുറിച്ച് അവരുടെ അറിവ് അറിയുകയായിരുന്നു. ഞാൻ ചോദിച്ചു, എന്താണ് പ്രേമം? അവർ പറഞ്ഞു, പ്രേമം എന്നത് കുടുംബം കലക്കുന്ന ഒന്നാണ് എന്ന് അമ്മ പറഞ്ഞു. അച്ഛൻ കുറേ കൂടി വിദ്യാസമ്പന്നനായിരുന്നു. അച്ഛൻ പറഞ്ഞു, പ്രേമം എന്നത് ഒരു തോന്നലാണ്, ലവ് ഇസ് എ ഫീലിംഗ് എന്ന് അച്ഛൻ പറഞ്ഞു. അതൊരു ശക്തമായ അടുപ്പമാണ് എന്നൊക്കെ പതുക്കെ പറയാൻ തുടങ്ങി. നമ്മൾക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രേമത്തെ അല്ലെങ്കിൽ ലവിനെ ഒന്ന് ശാസ്ത്രീയമായി വിശകലനം ചെയ്തു നോക്കാം. അങ്ങനെ ഞങ്ങൾ ചർച്ച ആരംഭിച്ചു. ഞാൻ പറഞ്ഞു, നമുക്കറിയാമല്ലോ തലച്ചോറിൻ്റെ മുൻഭാഗത്ത് ഇവിടെ ഫ്രണ്ടിൽ തന്നെ ഫ്രോണ്ടൽ ലോബുണ്ട്. ആ ഫ്രോണ്ടൽ ലോബിൻ്റെ താഴെയായിട്ട് ലിംബിക് സിസ്റ്റം ഉണ്ട്. അപ്പോൾ അവരും അവരുടെ അറിവുകൾ പങ്കുവെക്കുവാൻ തുടങ്ങി. പതുക്കെ ലിംബിക് സിസ്റ്റത്തെ പറ്റി ഞാൻ പറഞ്ഞപ്പോൾ അവർ അറിയാമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ലിംബിക് സിസ്റ്റത്തിൽ നിന്നാണ് നമുക്ക് ഫീലിങ്ങുകൾ അല്ലെങ്കിൽ തോന്നലുകൾ ഉണ്ടാകുന്നത്. ഫ്രോണ്ടൽ സിസ്റ്റത്തിലാണല്ലോ നമ്മളുടെ ചിന്തകളും നമ്മുടെ അതുമായി ബന്ധപ്പെട്ട ലോജിക് അനാലിസിസും ഒക്കെ വരുന്നത്. അതിൻ്റെ താഴെയുള്ള ലിംബിക് സിസ്റ്റത്തിലാണ് നമുക്ക് ഫീലിംഗ് അല്ലെങ്കിൽ വികാരങ്ങൾ രൂപപ്പെടുന്നത്. കൗമാരകാലമാകുമ്പോൾ ഇവിടെ നിന്ന് ഹോർമോൺസുകൾ രൂപപ്പെടും, വ്യത്യസ്തങ്ങളായ ഹോർമോണുകൾ രൂപപ്പെടും പ്രായത്തിൻ്റെ ഭാഗമായിട്ട്. ആൺകുട്ടികൾക്കുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്ററോൺ. ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സെക്സ് ഡ്രൈവ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. സെക്സിന് വേണ്ടിയുള്ള ചോദന ഉണ്ടാക്കുന്നതാണ്. ആൺകുട്ടികൾക്ക് ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാകുമ്പോൾ പെൺകുട്ടികൾക്ക് ഈസ്ട്രജനും ഉണ്ടാകും. ഇതാണ് സ്വാഭാവികമായ രീതിയിൽ ഉണ്ടാകുന്ന 2 പ്രധാനപ്പെട്ട ഹോർമോൺ. എന്നാൽ പെൺകുട്ടികൾക്കും ഈ സെക്സ് ഡ്രൈവ് ഉണ്ടാക്കുന്നത് ടെസ്റ്റോസ്റ്ററോൺ എന്ന ഹോർമോണാണ്. അത് പെൺകുട്ടികളിലും ഉണ്ടാകും. എന്നാൽ സ്വാഭാവികമായി ആൺകുട്ടികളിലാണ് ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ അളവ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ആൺകുട്ടികൾക്ക് സെക്സ് ഡ്രൈവ് കൗമാരത്തിൽ വളരെ കൂടുതലായി കാണപ്പെടുന്നത്. അപ്പോൾ അവർ പതുക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, ഈ ലവിന് 3 ഭാഗങ്ങളുണ്ട്. ലവിന് 3 ഭാഗങ്ങളോ? അവർ കൗതുകത്തോടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതേ, 3 ഭാഗങ്ങൾ. അതിലെ 1ാമത്തെ ഭാഗത്തെ നമുക്ക് MD ലവ് എന്ന് വിളിക്കാം. 2ാമത്തെ ഭാഗത്തെ നമുക്ക് ഫ്രണ്ട്ഷിപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ബന്ധം എന്ന് വിളിക്കാം, ഫ്രണ്ട്ഷിപ്പ് എന്ന് വിളിക്കാം. 3ാമത്തെ ഭാഗത്തെ നമുക്ക് ലെസ്റ്റ് അല്ലെങ്കിൽ പാഷൻ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ അവർ പറഞ്ഞു, അങ്ങനെ 3 ഭാഗങ്ങളുണ്ടോ? ഞാൻ പറഞ്ഞു, നമുക്ക്
ഈ എം ടി ലവ് നമുക്ക് കുറേ കൂടി ഗൗരവമായി മനസ്സിലാക്കുമ്പോൾ അതിൽ അവിടെ നിന്നാണ് നമുക്ക് കമ്മിറ്റ്മെൻറ്റുകൾ ഉണ്ടാകുന്നത്. ആ കമ്മിറ്റ്മെൻറ്റുകളാണ് പലപ്പോഴും നമ്മളെ പലതിനോടും കൂട്ടി യോജിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫ്രണ്ട്ഷിപ്പിൽ നിന്നാണ് നമുക്ക് സെയിം പിച്ച് എന്നൊക്കെ തോന്നുന്നത് പോലെയുള്ള ചില തോന്നലുകൾ ഉണ്ടാകുന്നത്. അതിലൂടെയാണ് നമുക്ക് ഒരു ഇമോഷണൽ കണക്റ്റ് അല്ലെങ്കിൽ ഒരു വൈകാരിക ബന്ധം ഉണ്ടാക്കിയെടുക്കുന്നത്. എന്നാലും ആ ലെസ്റ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ ഭാഗത്തിൽ നിന്നാണ് നമുക്ക് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അതൊരു പാഷനാണത്. അപ്പോൾ ഈ 3 ഭാഗവും വ്യത്യസ്തമാണ്. എന്നാൽ ഈ 3 ഭാഗത്തിൻ്റെ ആദ്യത്തെ ഭാഗമായ ഈ എം ടി ലവ് അല്ലെങ്കിൽ അടുപ്പവും രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പും ചേർന്ന് വരുമ്പോൾ അവിടെ ഒരു കമ്പാനിയൻഷിപ്പ് അല്ലെങ്കിൽ നല്ല ഒരു സൗഹൃദം രൂപപ്പെടുന്നു. അതായത് ഇഷ്ടമുണ്ട്, സൗഹൃദമുണ്ട്, അവിടെ നിന്നൊരു കമ്പാനിയൻഷിപ്പ് രൂപപ്പെടും. എന്നാൽ ഈ പറയുന്ന എം ടി ലവും ലെസ്റ്റ് എന്ന് പറയുന്ന മൂന്നാമത്തെ പാർട്ടും കൂടി യോജിച്ച് വരുമ്പോഴാണ് ഈ ഇൻഫാക്ച്വേഷൻ ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇൻഫാക്ച്വേഷൻ എന്ന് പറയുന്നത് അയുക്തിക പ്രണയമാണ്, തൊലിപ്പുറത്തെ പ്രേമം എന്നൊക്കെ വിളിക്കുന്നത്. അതേതാണ്ട് 1 മാസം മുതൽ 6 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒന്നാണ് ഈ പറയുന്ന ഇൻഫാക്ച്വേഷൻ. ഇനി മൂന്നാമത്തേത് തലമെന്ന് പറയുന്നത് ഈ പറയുന്ന ഫ്രണ്ട്ഷിപ്പും ലെസ്റ്റും അല്ലെങ്കിൽ പാഷനും കൂടി ചേർന്ന് വരുന്നതാണ് റൊമാൻസായി മാറുന്നത്. അതാണ് റൊമാൻസ് എന്ന തലത്തിലേക്ക് നമ്മൾ വിളിക്കുന്നത്. അതും കുറേ കാലം നിൽക്കും. എന്നാൽ ഇത് 3ഉം കൂടി ചേർന്ന് വരുന്നതിനെയാണ് ട്രൂ ലവ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അവരുടെ കൗതുകം കൂടി, അവർ കുറേ കൂടി ശ്രദ്ധിക്കാൻ തുടങ്ങി. അപ്പോൾ എന്താണ് സാർ ഈ ട്രൂ ലവ്? അവർ ചോദിച്ചു. ഞാൻ ആ പെൺകുട്ടിയെ നോക്കിയപ്പോൾ ദേവൂട്ടിയും വളരെയധികം ശ്രദ്ധിച്ച് തന്നെയാണ് പോകുന്നത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഈ പറയുന്ന ഒന്നാമത്തെ ഭാഗമായിട്ടുള്ള എം ഡി ലവിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റും രണ്ടാമത്തെ ഭാഗമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പിൽ നിന്ന് ഒരു ഇമോഷണൽ കണക്റ്റ് അല്ലെങ്കിൽ ഒരു വൈകാരിക ബന്ധവും രൂപപ്പെട്ടിട്ട് തുടർന്ന് മൂന്നാമത്തെ ഭാഗമായിട്ടുള്ള ആ പാഷനിൽ നിന്ന് നല്ല ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷനും ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഒരു തീവ്രമായ അനുരാഗമായി മാറി ഒരു റിയൽ ലവിലേക്ക് കിടക്കുന്നത്. പക്ഷെ അത് റിയൽ ലവിലേക്ക് കിടക്കണമെങ്കിൽ അതിന് പക്വതയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അവർ പക്വതയെക്കുറിച്ച് ചോദിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, കൗമാരം എന്ന് പറയുന്നത് പക്വതയിലേക്ക് വളരുക എന്നതാണല്ലോ. അഡോളസർ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണല്ലോ അഡോളസൻ്റ് ഉണ്ടായത്. അഡോളസർ എന്ന് പറഞ്ഞാൽ ടു ഗ്രോ ടു മച്യൂരിറ്റി, പക്വതയിലേക്ക് വളരുക എന്നതാണല്ലോ. അപ്പോൾ എന്തെല്ലാം തരത്തിലുള്ള പക്വതയാണ്? ശാരീരിക പക്വത, വൈകാരിക പക്വത, മാനസിക പക്വത, സാമൂഹിക പക്വത, ഒപ്പം സാമ്പത്തിക പക്വത. ഈ 5 പക്വതയും നേടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഈ ട്രൂ ലവിലൂടെ കണ്ടെത്തുന്ന തൻ്റെ കൂട്ടുകാരനെ അല്ലെങ്കിൽ കൂട്ടുകാരിയുമായിട്ട് ഇഴുകിച്ചേർന്ന് നല്ല ശക്തമായ ഒരു ദൃഢമായ ബന്ധം കൈവരിക്കാൻ കഴിയുന്നത്. അപ്പോൾ ദേവൂട്ടി എന്നോട് ചോദിച്ചു, സാർ അതെപ്പോഴാണ്? ഞാൻ പറഞ്ഞു, അതിന് ഏറ്റവും കുറഞ്ഞത് ഒരു 25 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഈ പക്വതയുടെ 4-5 തലങ്ങൾ കൈവരിക്കാൻ കഴിയുന്നത്. അപ്പോൾ പോരെ നമുക്ക് യഥാർത്ഥ പ്രേമം? അപ്പോൾ ദേവൂട്ടി പറഞ്ഞു, മതി സാർ, അപ്പോൾ തന്നെ മതി. അങ്ങനെ എല്ലാവരും സന്തോഷകരമായി കൈകൊടുത്തു പിരിഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി ഈ വീഡിയോ ഞാനിവിടെ എല്ലാവർക്കും വേണ്ടി അവതരിപ്പിക്കുന്നു. ഇതിൻ്റെ പേര് പ്രേമത്തിൻ്റെ ഭാഗങ്ങൾ. അതെ, പ്രേമമേ അറിയൂ. താങ്ക് യു.